ഹേയ് ഞാനില്ല. മറ്റേ ആന്റി ഇന്നലെ എന്നെ വിളിച്ചിരുന്നു. നിന്റെ അവിടെ ഉറക്കം ചെല്ലാൻ പോയി. പറഞ്ഞേക്കാം. സുധിയേ അങ്ങോട്ട് നോക്ക്. അവൻ അവളെയും കൊണ്ടേ പോവും. സുധി, ഈ പോക്ക് കുഴപ്പമാ. അനുഭവിച്ചോളിയാ. കണ്ടില്ലേ, അവൻ വിളിച്ചാലേ അവള് പോവും. വിളിച്ചു നോക്ക്. ഔട്ട് ഓഫ് റേഞ്ചാ. നിന്റെ റേഞ്ചിലുള്ള ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളപ്പോ എന്തിനാടാ ഈ ഔട്ട് ഓഫ് റേഞ്ചിൽ കിടന്ന് കളിക്കുന്നേ? ഞങ്ങളിപ്പോ വരാം. പടവെങ്കി ബൈ ദ വേ പറയാൻ മറന്നു. കൺഗ്രാലേഷൻസ്. താങ്ക്സ്. താൻ എങ്ങനെ അറിഞ്ഞു? കൊള്ളാം. ഇന്നലെ രാത്രി ഉറക്കത്തിൽ നിന്ന് വിളിച്ചെണീപ്പിച്ചിട്ടല്ലേ മൂപ്പർ എന്നോട് പറഞ്ഞു. അതിന്റെ കാരണം എന്താണെന്ന് ഇതുവരെ പിടികിട്ടിയിട്ടില്ല കേട്ടോ. എനിക്കും സുധി വലിയ പിടിയൊന്നുമില്ല. ഡാഡിക്കും മമ്മിക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞു, ഞാൻ സമ്മതിച്ചു. പിന്നെ അവരുടെ ഇഷ്ടമല്ലേ നമുക്ക് വലുത്. അതെ. ആളെ മനസ്സിലായില്ലേ? ഗ്രേറ്റ് കൃഷ്ണകുമാർ. നമസ്കാരം. നമസ്കാരം. നിങ്ങളിരിക്കൂ, ഞാനിപ്പോ വരാം. സ്റ്റുഡൻസിനെ കണ്ടോ? റിയാലിറ്റി ഷോയ്ക്കുള്ള ഡാൻസ് എടുത്തോ? ഭയങ്കര കോമഡിയാണെന്ന് ടീച്ചർ പറയുന്നത്. അകത്തെന്താണോ പരിപാടി? വേണ്ട, നീ ഇപ്പൊ അകത്ത് പോയി പ്രശ്നം ഉണ്ടാക്കിയാൽ ഇന്ന് നിന്റെ കല്യാണം മുടങ്ങും. ഇവിടെ ഇങ്ങനെ കാവൽ കിടന്നിട്ട് എന്ത് കിട്ടാനാ? വണ്ടി എടുക്കണം. 2 എണ്ണം വിട്ട ആ ടെൻഷനെങ്കിലും മാറും. കൃഷ്ണകുമാറിനെ പറ്റി പറയുമ്പോ ഇവക്ക് 100 നാവാ. അയ്യോ, പറഞ്ഞത് മുഴുവനൊന്നും അങ്ങോട്ട് വിശ്വസിക്കണ്ട. ഞാനുള്ള കാര്യങ്ങളാ പറഞ്ഞത്. 25നുള്ള ഡാൻസ് വേഴ്സിന് പെർഫോം ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഇവൾക്ക് ഒറ്റ കണ്ടീഷനേ ഉണ്ടായിരുന്നുള്ളൂ: കൃഷ്ണകുമാർ മൃദംഗം വായിക്കണം. അയ്യോ, അത് ഈ ഹിന്ദി പാട്ടിനൊക്കെ മൃദംഗം വായിക്കാന്ന് വെച്ചാ എന്റെ ഐറ്റം ഭരതനാട്യോ. അല്ലളിയാ, കെട്ടാൻ പോകുന്നത് നീ, കൊണ്ട് നടക്കുന്ന ഇക്കണക്കിന് അവൻ കഴിച്ച എന്റെ ബാക്കി കഴിക്കേണ്ടി വരുമോ? നീ വയലന്റ് ആവാൻ വേണ്ടി പറഞ്ഞല്ല. അവനാണെങ്കിൽ നല്ല രക്തത്തിളപ്പുള്ള പയ്യനാ. പിന്നെ തൊട്ടാ പൊട്ടുന്ന പ്രായത്തിൽ അവളും. തട്ടിയാലും മുട്ടിയാലും മതി പൊട്ടാൻ. പറഞ്ഞു കൊടുക്കടാ. അവൾ എന്ത് കാണിച്ചാലും മിണ്ടാതെയും പറയാതെ ഇരുന്നോണം. അതിന് അവൾ ഇട്ട പേരാ 4 വർഷത്തെ ഫ്രീഡം. ഇന്ന് രാത്രി ഹോസ്റ്റലിൽ അവനെ മാമോദീസ മുക്കിയെടുക്കണം. നാളെ മുതൽ അവൾ വിളിച്ചാ പോകാൻ കോളേജിൽ അവൻ ഉണ്ടാവരുത്. ആ ശ്രീത് എത്ര പ്രാവശ്യം വിളിക്കുന്നേ? ആ കുട്ടിക്ക് പഠിക്കാനൊന്നുമില്ലേ? ദേ, കെട്ടുപ്രായം കഴിഞ്ഞു നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനാ. എനിക്കൊന്നും സഹിക്കുന്നില്ല. എന്നാ പിന്നെ വർക്കിച്ച നമുക്ക് ആ റോസമയൊന്ന് അയ്യോ, ആലോചിച്ചു. അവളെ കാണുന്നത് എനിക്ക് പേടിയാ. ഹലോ, ഞാൻ നാളെ എറണാകുളത്തേക്ക് വരിക. വനചേച്ചി പറഞ്ഞു പോരാൻ. എന്നെ കൊണ്ട് ഇനി കാണാതിരിക്കാൻ വയ്യ. ഇല്ലെങ്കിൽ ഞാൻ ചത്തുപോവും. വന്നോട്ടെ. നീ ചത്തു പോകുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് വരും. എന്നാ എപ്പോഴാന്ന് പറ. ഞായറാഴ്ച. സത്യമായിട്ട് വരും. വരുമ്പോ എന്ത് കൊണ്ടുവരും? എറണാകുളം സ്പെഷ്യൽ നല്ല മുഴുത്ത കൊതുക് കൊണ്ടുവരാം. മതി, കൊതുകായാലും മതി. കിച്ചേട്ടൻ കൊണ്ടുവരുന്നതല്ലേ, പാവമായിരിക്കും. കിടക്കുന്നതിന് മുമ്പ് വിളിക്കാം. അതേ, രണ്ടാളും ഒന്ന് വരണം. ടെറസിലേ ചേട്ടന്മാരുടെ ഒരു പാർട്ടി ഉണ്ട്. ആ തബലയും കൂടെ അങ്ങെടുത്തോ. അയ്യോ, തബലയല്ല, മൃദംഗം. രണ്ടായാലും കുട്ടിയാലേ സൗണ്ട് വരുള്ളൂ. പേര് 1 മതി. എടുക്കടാ. അയ്യോ, ഇത് അങ്ങനെ പാർട്ടിക്കൊന്നും കൊണ്ടുപോകാൻ പാടില്ല, അശുദ്ധമാവും. ആഹാ, അത് ശരി. അശുദ്ധാവൂ? എന്നാ ഒന്ന് കാണണമല്ലോ. നടക്കണം. എന്താടാ നോക്കണേ? നടക്കാൻ.
പിടിക്കളിയാ. അഞ്ജന ശിവരാമനും നീയും തമ്മിൽ എന്താ ബന്ധം? ആ കുട്ടിയും ഞാനും തമ്മിൽ എന്ത് ബന്ധം? പിന്നെ നീയും അവളും കൂടെ ഇന്ന് വണ്ടി കയറി പോയത് എന്തുണ്ടാക്കാനടാ? അത് ആ കുട്ടിയുടെ ഒരു ഡാൻസ് പെർഫോമൻസിന് മൃദംഗം വായിക്കാൻ ആ കാര്യം പറയാൻ വേണ്ടി ഡാൻസ് ടീച്ചറിന്റെ വീട്ടിൽ പോയി. എന്നിട്ട് എന്ത് തീരുമാനിച്ചു? മൃദംഗം വായിക്കുന്നത് എന്റെ പ്രൊഫഷനല്ലേ. അത് ശരി. അപ്പോ ഞങ്ങള് പോവണ്ടെന്ന് പറഞ്ഞ നീ പോവൂ? ആ കുട്ടിക്ക് ഞാൻ വാക്ക് കൊടുത്തതാ. ഇനിയിപ്പോ പോയില്ലെങ്കിൽ അത് തെറ്റല്ലേ? നീ നിന്റെ ഒടുക്കത്തെ മൃദംഗം. അടിക്കടാ ഈ നായിന്റെ മോനെ. അയ്യോ അവനൊന്നും ചെയ്യരുത്. പൊക്കടാ അവനെ.